വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്നൊരു സ്പെഷ്യൽ ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ ഗിസാഡാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ? ഞാനിവിടെ എടുക്കുന്നത് 1.5 സവാള, ഒരു ചെറിയ തക്കാളി, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ഒരു 4 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിനി ഗിസാഡ് കഴുകിയെടുക്കാം. ഞാനിവിടെ 1 കിലോയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ അത് അതിൻ്റെ ബ്ലഡും അതെല്ലാം ഒന്ന് നല്ല ശുദ്ധിയാവും. അത് അപ്പോൾ ചിക്കൻ ഗിസാഡ് ക്ലീൻ ചെയ്ത് വച്ചിട്ടുണ്ട്. സവാളയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി കുക്ക് ചെയ്യാം. ഓക്കെ, പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് എണ്ണ ചൂടാക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. കറിവേപ്പിലയിട്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് അരിഞ്ഞു വെച്ച പച്ചമുളക് നമ്മൾ എടുക്കും. ഇത് നന്നായിട്ടൊന്ന് വാടട്ടെ. ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാടിയിട്ട് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല ഒന്ന് വാടട്ടെ. അപ്പോൾ ഉള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ട്. നമുക്കിനി പൊടികൾ ചേർക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി, ചെറിയ സ്പൂണിലാണ് ഞാൻ എടുക്കുന്നത്. അത് കഴിഞ്ഞ് 1 സ്പൂണ് മുളക് പൊടി, നല്ല എരിവുള്ള മുളകാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചേർക്കുന്നത്. ഇനി ഒരു 2 സ്പൂണ് ചിക്കൻ മസാല. ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് വാട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ചിക്കൻ ഗിസാഡ് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഗിസാഡും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. മസാല എല്ലാം നന്നായിട്ട് പിടിക്കട്ടെ. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് മൂടി വയ്ക്കാം. ഞാനിതിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നു. കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവാനായിരുന്നു. ഇറച്ചിയിലെ വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. മൂടി വെച്ചൊന്ന് വേവിക്കാം. ഉപ്പ് കുറവായിരുന്നു, ഇച്ചിരി ഉപ്പിടുക. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് മൂടി വയ്ക്കാം. കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ ഗിസാഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കഴിക്കാം. എല്ലാവരും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇത് നാട്ടിൽ നിന്ന് വന്ന നല്ല നാടൻ ചേമ്പാണ്. നമുക്ക് ചേമ്പൊടി ഒന്ന് പുഴുങ്ങാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് കഴിച്ചു നോക്കാം. സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അടിപൊളിയാണ്.